ഒന്നു തീരുമ്പോൾ മറ്റൊന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും CPM-നും അടുത്ത കുരുക്ക്. ജനുവരി 20 മുഖ്യമന്ത്രിയെയും CPM-നെയും സംസ്ഥാന സർക്കാരിനെയും സംബന്ധിച്ച് നിർണായകമാണ്. SFIO, മാസപ്പടി, എക്സാലോജിക്ക് CMRL വിഷയം. അതിലൊരു വ്യക്തത ജനുവരി 20 വരുമോ? ഡൽഹി ഹൈക്കോടതിയിൽ എന്തായിരിക്കും വിധി എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുമ്പോൾ ഇതാ മുഖ്യമന്ത്രിക്ക് അടുത്ത ചോദ്യങ്ങൾ. ബ്രൂവറി തനിയാവർത്തനമാവുകയാണ്. ബ്രൂവറി വിവാദം. ഘടകകക്ഷികൾക്കും അതിർത്തിയുണ്ട്. ഒരു കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യമാണ് സംസ്ഥാന സർക്കാരിനോടും CPM-നോടും ഇപ്പോൾ ഘടകകക്ഷികൾ ചോദിക്കുന്നത്. 2018 ഒന്നാം പിണറായി സർക്കാരിനെ അഴിമതിയുടെ മുൾമുനയിൽ നിർത്തിയ ബ്രൂവറി ആരോപണം, ബ്രൂവറി വിവാദത്തിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ പാലക്കാട് കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനത്തോടെ ഉയർന്നു വന്നിരിക്കുന്നത് എന്ന വിമർശനമാണ് ചർച്ചയായിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഒയാസിസിന് ബ്രൂവറി അടക്കം അനുവദിക്കാനുള്ള മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പ്രതിപക്ഷം മാത്രമല്ല, ഘടകകക്ഷികൾക്കും ഈ വിഷയത്തിൽ വലിയ അതിർത്തിയുണ്ട്. കാര്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. LDF-ൽ ചർച്ച ചെയ്യാതെ നടപടി സ്വീകരിച്ചതിൽ ഘടകകക്ഷികൾക്കും വലിയ എതിർപ്പ് തന്നെയുണ്ട്, വലിയ അതിർത്തി തന്നെയുണ്ട്. എന്നാൽ 2018 മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാതെയായിരുന്നു അനുമതി നൽകിയതെങ്കിൽ ഇക്കുറി മദ്യനയത്തിനനുസരിച്ച് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്താണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പക്ഷെ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനായാണ് ഒയാസിസ് കമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് പ്രാരംഭ അനുമതി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഒരു കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു, മാനദണ്ഡങ്ങൾ എന്താണ് എന്ന് സർക്കാർ വ്യക്തമാക്കണം, പറയണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ബ്രൂവറി ഡിസ്റ്റിലറി ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം അന്വേഷണത്തിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അന്നത്തെ കേരള ഗവർണർ P സദാശിവത്തിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം അത് തള്ളിക്കളയുകയായിരുന്നു. ഏതായാലും പുതിയ ഗവർണർ ആർലേക്കറുടെ മുന്നിൽ ഈ വിഷയം പ്രതിപക്ഷം അവതരിപ്പിക്കുമോ? വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്.